നമസ്കാരം. പ്രവാസ ലോകത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് സ്വാഗതം. വാടക വർധനവ് പേടിയിൽ നിന്ന് രക്ഷ തേടി മലയാളികൾ ഏറെ ആശ്രയിക്കുന്ന ഷാർജയിൽ ഈ വർഷം വാടകയിൽ വൻ വർധനവ്. കെട്ടിട സ്ഥിതി ചെയ്യുന്ന മേഖല, പാർക്കിംഗ്, വാഹന സൗകര്യം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ കണക്കിലെടുത്ത് 5 മുതൽ 25% വരെയാണ് പുതുവർഷത്തിൽ വാടക വർദ്ധിച്ചത്. മലയാളികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന മുവൈലയിലാണ് പരമാവധി വർധനവ്. ഇവിടെ നിലവിലെ വാടകയിൽ 25% വർദ്ധിച്ചത്. അതോടൊപ്പം അൽ ഖാൻ, അൽ താവൂൻ, അൽ മജാസ്, അൽ നഹ്ദ എന്നിവിടങ്ങളിലും വാടകയിൽ ശരാശരി 20% വർദ്ധിച്ചത്. അൽ നബ, അൽ ബുദീന, അൽ മുറൈജ, അബു ഷഗാറ, അൽ ജുബൈൽ എന്നിവിടങ്ങളിൽ 5% വാടക വർദ്ധിച്ചത്. സൗദി അറേബ്യയുടെ ഭരണാധികാരിയും ഇരുഹറമുകളുടെയും സൂക്ഷിപ്പുകാരനുമായ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് രാജാവിനെ മെഡിക്കൽ പരിശോധനകൾക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. റിയാദിലെ കിങ് ഫൈസൽ സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചതെന്നാണ് സൗദി റോയൽ കോർട്ട് വാർത്താക്കുറിപ്പിൽ അറിയിച്ചത്. വെള്ളിയാഴ്ച അദ്ദേഹം വിവിധ ആരോഗ്യ പരിശോധനകൾക്ക് വിധേയമാകുമെന്ന് ഔദ്യോഗിക പ്രസ്താവനയിലൂടെ അറിയിക്കുകയായിരുന്നു. രാജാവിന്റെ ആരോഗ്യത്തിനും ദീർഘായുസ്സിനുമായി പ്രാർത്ഥിക്കുന്നതായും അദ്ദേഹത്തിന് എത്രയും വേഗം പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കുവാൻ സർവശക്തനായ അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്നുമാണ് റോയൽ കോർട്ട് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരുന്നത്. റിയാദിലെ കിങ് ഫൈസൽ സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിൽ നടന്ന പരിശോധനകൾക്കു ശേഷം അദ്ദേഹം കഴിഞ്ഞ ദിവസം മടങ്ങിയതായി റോയൽ കോർട്ട് പിന്നീട് അറിയിച്ചു. രാജാവിന്റെ ആരോഗ്യനില പൂർണ്ണമായും തൃപ്തികരമാണെന്നും പരിശോധനാ ഫലങ്ങൾ ശുഭകരമാണെന്നും അധികൃതർ വ്യക്തമാക്കി. പനി ബാധിച്ച് അബുദാബി ഷെയ്ഖ് ഖലീഫ മെഡിക്കൽ സിറ്റിയിൽ ചികിത്സയിലായിരുന്ന മലയാളി വിദ്യാർത്ഥി മരിച്ചു. 8 വയസ്സുകാരനായ ഫൈസാൻ ഇർഫാനാണ് അന്തരിച്ചത്. പെരുമ്പാവൂർ കരുവാട്ട് ഇർഫാന്റെയും അസ്നയുടെയും മകനാണ് ബനിയാസ്. ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. കുവൈറ്റി പൗരനും പ്രവാസിയും തമ്മിലുണ്ടായ തർക്കം സംഘർഷത്തിൽ കലാശിച്ചതിനെ തുടർന്ന് പ്രവാസി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതായി സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു. രാജ്യത്തെ ഒരു ഗവർണറേറ്റിൽ നടന്ന ഈ സംഭവത്തിൽ പ്രവാസിക്കെതിരെ നാടുകടത്തൽ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. സുഹൃത്തുക്കളായിരുന്ന ഇവർ തമ്മിൽ ഒരു കാര്യത്തെ ചൊല്ലിയുണ്ടായ വാക്കുതർക്കമാണ് കയ്യാങ്കളിയിലേക്ക് നീങ്ങിയത്. തർക്കത്തിനിടെ കുവൈറ്റി പൗരൻ പ്രവാസിയെ ശാരീരികമായി മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനമേറ്റതിനെ തുടർന്നുണ്ടായ കടുത്ത മാനസിക വിഷമമാണ് ഈ പ്രവാസിയെ ആത്മഹത്യാ ശ്രമത്തിലേക്ക് നയിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സംഭവം അറിഞ്ഞ ഉടൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടപെടുകയും ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഇയാൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം ബന്ധപ്പെട്ട അധികൃതർക്ക് കൈമാറുകയും ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ നടത്തിയ അന്വേഷണത്തിൽ മർദ്ദനമേറ്റ കാര്യവും ആത്മഹത്യാ ശ്രമവും സ്ഥിരീകരിച്ചു. എങ്കിലും നിലവിലുള്ള നിയമ നടപടികളുടെ ഭാഗമായി ആത്മഹത്യാ ശ്രമത്തിന് കേസെടുത്തതിനെ തുടർന്ന് പ്രവാസിയെ നാടുകടത്തുവാനായി ബന്ധപ്പെട്ട വകുപ്പിലേക്ക് മാറ്റി. സംഭവത്തിന്റെ സാഹചര്യത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടന്നുവരികയാണ്. തീർത്ഥാടനത്തിനായി വിശുദ്ധ നാട്ടിലെത്തിയ മലപ്പുറം നിലമ്പൂർ സ്വദേശിനി മക്കയിൽ മരിച്ചു. മുത്തോടം വടക്കേക്കൈ സ്വദേശിനി 66-കാരിയായ ആമിന പാലക്കപ്പറമ്പിലാണ് വ്യാഴാഴ്ച രാത്രി താമസ സ്ഥലത്ത് വെച്ച് മരണപ്പെട്ടത്. അൽ അമീൻ ഉംറ ഗ്രൂപ്പിന് കീഴിൽ 10 ദിവസത്തെ തീർത്ഥാടനത്തിനായി എത്തിയതാണ് അമീന. ഉംറ കർമ്മങ്ങൾക്കും മദീന സന്ദർശനത്തിനും ശേഷം നാട്ടിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് അന്ത്യം സംഭവിച്ചത്. മൃതദേഹം നിലവിൽ മക്കയിലെ അൽനൂർ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം മക്കയിൽ തന്നെ ഖബറടക്കുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചത്. മൃതദേഹം ഖബറടക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ പൂർത്തിയാക്കുവാൻ ICF മക്ക ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തകർ രംഗത്തുണ്ട്. മറ്റൊരു വാർത്ത, സൗദി അറേബ്യയിലെ ഹഫർ അൽ ബാത്തിനിൽ കൊലപാതകം നടന്നുവെന്ന രീതിയിൽ സോഷ്യൽ മീഡിയ പ്രചരിക്കുന്ന വീഡിയോ വാസ്തവവിരുദ്ധമാണെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കിഴക്കൻ പ്രവിശ്യ പോലീസിനെ ഉദ്ധരിച്ചാണ് മന്ത്രാലയം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയത്. ഓൺലൈനിൽ പ്രചരിക്കുന്ന വീഡിയോയിൽ പറയുന്നത് പോലെ അവിടെ കൊലപാതകം നടന്നിട്ടില്ലെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. ഒരു കുടുംബ തർക്കവുമായി ബന്ധപ്പെട്ട സംഭവമാണ് അവിടെ ഉണ്ടായതെന്നും പോലീസ് ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുകയും ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തതായി മന്ത്രാലയം അറിയിച്ചു. സത്യാവസ്ഥ അന്വേഷിക്കാതെ തെറ്റായ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാജ്യത്തെ ആന്റി സൈബർ ക്രൈം നിയമം ലംഘിച്ചതിനാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. സൈബർ നിയമപ്രകാരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്ക് 5 വർഷം വരെ തടവും അല്ലെങ്കിൽ 30 ലക്ഷം സൗദി റിയാൽ, അതായത് ഏകദേശം 6.6 കോടി രൂപ വരെ പിഴയും ശിക്ഷ ലഭിക്കാം. സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഔദ്യോഗിക വിവരങ്ങൾക്കായി സർക്കാർ സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കണമെന്നും അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. മറ്റൊരു വാർത്ത, കുവൈത്തിലെ ജലീബ് അൽ ഷൂയിൽ ഒരു വീടിനുള്ളിൽ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചിരുന്ന വ്യാജ ഭക്ഷണ നിർമ്മാണശാലയും സംഭരണശാലയും ആഭ്യന്തര മന്ത്രാലയത്തിലെ ക്രിമിനൽ സെക്യൂരിറ്റി വിഭാഗം കണ്ടെത്തി. കുട്ടികൾക്കുള്ള ഭക്ഷണ സാധനങ്ങൾ നിർമ്മിച്ചിരുന്ന ഈ ഫാക്ടറിയിൽ നിന്ന് വിവിധ അറബ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള 12 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അങ്ങേയറ്റം വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ചിരുന്ന ഈ ഫാക്ടറിയെക്കുറിച്ച് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് വിവിധ സർക്കാർ വകുപ്പുകളുടെ ഏകോപനത്തോടെയാണ് പോലീസ് റെയ്ഡ് നടത്തിയത്.
നിയമപരമായ ലൈസൻസുകളോ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങളോ പാലിക്കാതെയാണ് ഇവിടെ ഭക്ഷണ സാധനങ്ങൾ നിർമ്മിച്ചിരുന്നത്. വ്യാവസായിക യന്ത്രങ്ങളും പാക്കേജിംഗ് മെറ്റീരിയലുകളും ഉപയോഗിച്ച് ഇവിടെ പാക്ക് ചെയ്യുന്ന ഭക്ഷണ സാധനങ്ങൾ രാജ്യത്തെ പ്രമുഖ സഹകരണ സംഘങ്ങളിൽ വിതരണം ചെയ്യുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. അറബ് ഏഷ്യൻ സ്വദേശികളായ 12 പ്രതികളെ നിയമ നടപടികൾക്കായി അധികൃതർക്ക് കൈമാറി. ലൈസൻസ് ഉള്ള മറ്റു സ്ഥലങ്ങളിലാണ് ഉൽപാദനം നടക്കുന്നതെന്ന് അധികൃതരെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ വീടിനുള്ളിൽ പ്രവർത്തനം നടന്നത്. മറ്റൊന്ന്, സൗദിയിൽ എല്ലാ മേഖലയിലും കറുത്തുകാട്ടുകയാണ് ഇപ്പോൾ വനിതകൾ. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ജവാസത്ത് വിഭാഗം പോലീസിൽ പുതുതായി 362 പേർ കൂടി ചേർന്നു. ഇനി എയർപോർട്ടുകളിൽ എമിഗ്രേഷൻ സേവനം നൽകാനും വിസ നിയമലംഘകരെ പിടികൂടുവാനും വനിതാ പോലീസുകാരും കൂടുതലായി ഉണ്ടാകും. ആഭ്യന്തരമന്ത്രി പ്രിൻസ് അബ്ദുൽ അസീസ് ബിൻ സൗദ് ബിൻ നൈഫിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പാസ്പോർട്ട് വിഭാഗത്തിലെ 6ാമത് ബാച്ച് വനിതാ കേഡറ്റുകളുടെ ബിരുദാനന്തര ചടങ്ങ് റിയാദിൽ നടന്നു. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയ 362 വനിതകളാണ് സേവന സജ്ജരായി പുറത്തിറങ്ങിയത്. റിയാദിലെ പാസ്പോർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പാസ്പോർട്ട് വിഭാഗം ആക്ടിംഗ് ഡയറക്ടർ ജനറൽ മേജർ ജനറൽ ഡോക്ടർ സാലിഹ് ബിൻ സാദ് അൽ മുറബാത്ത് മുഖ്യാതിഥിയായി എത്തുകയായിരുന്നു. പുതുതായി പുറത്തിറങ്ങിയ കേഡറ്റുകൾക്ക് മികച്ച രീതിയിലുള്ള സൈദ്ധാന്തികവും പ്രായോഗികമായ പരിശീലനമാണ് നൽകിയിരിക്കുന്നത്. പാസ്പോർട്ട് വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നിയമപരവും ഭരണപരവുമായ വിഷയങ്ങളിൽ പ്രത്യേക പരിശീലനം പൗരന്മാർക്കും പ്രവാസികൾക്കും സന്ദർശകർക്കും വേഗത്തിൽ സേവനം ലഭ്യമാക്കുന്നതിനായി പാസ്പോർട്ട് സംവിധാനങ്ങളിലെ ആധുനിക സാങ്കേതിക വിദ്യകളിൽ പ്രായോഗിക പരിശീലനം എന്നിവയാണ് കേഡറ്റുകൾ പൂർത്തിയാക്കിയത്. ചടങ്ങിൽ ആഭ്യന്തരമന്ത്രിയുടെ അഭിനന്ദനങ്ങൾ ബിരുദധാരികളെ അറിയിച്ച മേജർ ജനറൽ അൽ മുറബത്ത് രാജ്യസേവനത്തിൽ ഉത്തരവാദിത്ത ബോധത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചു. നമ്മുടെ സേവനത്തിന് പ്രയോജനപ്പെടുത്തുന്നവർക്ക് മികച്ച ഗുണനിലവാരമുള്ള സേവനം ഉറപ്പുവരുത്തുന്നതിനായി ഓരോരുത്തരും പരമാവധി പരിശ്രമിക്കണമെന്ന് അദ്ദേഹം ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു. സൗദി അറേബ്യയുടെ സുരക്ഷാ മേഖലകളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന്റെയും പൊതുസേവന രംഗം ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ വിപുലമായ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. മറ്റൊരു വാർത്ത, കുവൈറ്റിലെ സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് സൈറണുകളുടെ പരീക്ഷണ പ്രവർത്തനം ജനുവരി 19 രാവിലെ 10 മണിക്ക് നടത്തുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. പൗരന്മാരും പ്രവാസികളും ആശങ്കപ്പെടേണ്ടതില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. സുരക്ഷ ഉറപ്പാക്കൽ ഈ പരീക്ഷണം പൂർണ്ണമായും സാധാരണമായും മുൻകരുതലിന്റെ ഭാഗമായിട്ടുള്ള നടപടിയാണെന്നും സുരക്ഷാ സംവിധാനങ്ങളുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തുന്നതിനും പൊതുസുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നുമാണ് മന്ത്രാലയം അറിയിച്ചത്. കൂടാതെ സൈറൺ സംവിധാനങ്ങളുടെ സാങ്കേതിക സന്നദ്ധതയും പ്രവർത്തനക്ഷമതയും ഉറപ്പാക്കുന്നതിനായി എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ഇത്തരം പരീക്ഷണങ്ങൾ സ്ഥിരമായി നടത്തുമെന്നും ആഭ്യന്തര മന്ത്രാലയം കൂട്ടിച്ചേർത്തു.